നമസ്കാരം. 2008 ജൂലൈ 23 രാവിലെ ഏകദേശം ഒരു 7:30 മണിയായി കാണും. പട്ടാമ്പിക്ക് സമീപത്ത് ആമയൂരുള്ള സിദ്ദിഖ് എന്ന ആള് അയാളുടെ വീട്ടിന്റെ മുൻവശത്ത് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പറമ്പിലൂടെ അയാളുടെ ഭാര്യ നടന്ന് വീട്ടിന് മുൻവശത്തേക്ക് വന്നത്. വന്നുടൻ അവർ സിദ്ദിഖിനോട് പറഞ്ഞു, ഇക്കക്ക അവര് മടങ്ങി വന്നെന്നാ തോന്നുന്നു. ആര്, റജിയോ? അതെ, വീട് അകത്തത് പൂട്ടിക്കാണ്, ഞാൻ വിളിച്ചിട്ട് തുറക്കുന്നില്ല. ഇക്കക്ക ഒന്ന് വന്നേ, നമുക്കൊന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ ഭർത്താവ് സിദ്ദിഖുമായി അവരുടെ ആ പുരയിടത്തിൽ കൂടി നടന്ന് ആ പുരയിടത്തിന്റെ വശത്തുള്ള അവരുടെ തന്നെ ഒരു വീട്ടിലേക്ക് വന്നു. അവരുടെ ബന്ധുവായ റഷീദിന്റെ വീടാണത്. ആ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ വീട്ടിലെ വാടകക്കാരൻ വന്നു എന്നാണ് നേരത്തെ അവരുടെ ഭർത്താവായ സിദ്ദിഖിനോട് പറഞ്ഞത്. സിദ്ദിഖ് ആ വീടിന്റെ വാതിൽക്കിലെത്തി വാതിലിനും തട്ടി. അകത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അത് കേട്ടതും ഭാര്യ അയാളോട് പറഞ്ഞു, ഇക്കക്ക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീടിന്റെ പുറത്ത് പൂട്ടുണ്ടായിരുന്നു. സിദ്ദിഖ് 2-3 തവണ വാതിലിൽ തട്ടി വിളിച്ചെങ്കിലും അകത്തുനിന്ന് മറുപടിയൊന്നുമില്ല. അകത്തുനിന്ന് മറുപടി വരാതായതും സിദ്ദിഖ് ഭാര്യയോട് പറഞ്ഞു, അവന് ചിലപ്പോ വീടിന്റെ പുറകുവശത്തെ വാതിൽ പൂട്ടിയിട്ട് ജോലിക്ക് പോയി കാണും. അവരുടെ പുരയിടത്തിലെ റബ്ബർ വെട്ടുന്ന ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്ന റജികുമാറാണ് അവിടെ താമസിക്കുന്നത്. റജികുമാർ രാവിലെ റബ്ബർ വെട്ടാനെങ്ങാനും പോയി കാണുമെന്ന് സിദ്ദിഖ് പറഞ്ഞതും ഭാര്യ സിദ്ദിഖിനോട് പറഞ്ഞു, ഇക്കക്ക ഞാൻ അവിടെ നമ്മുടെ പുരയിടത്തിലേക്ക് നോക്കി, അവിടെയൊന്നും റജിയെ കണ്ടില്ല. നീ ചിലപ്പോൾ കാണത്താവും, നമുക്കൊന്നുകൂടെ നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സിദ്ദിഖ് ഭാര്യയെ വിളിച്ച് ആ റബ്ബർ പുരയിടത്തിൽ കൂടി അങ്ങനെ നടക്കുകയാണ്. നടക്കുന്നിടയിൽ അവര് വിളിച്ചു ചോദിക്കുന്നുണ്ട്, റജി റജി. സിദ്ദിഖിന്റെ ആ വിളിക്ക് റജിയുടെ മറുപടി കിട്ടിയില്ലെങ്കിലും സിദ്ദിഖിന്റെ വീടിന് സമീപത്തുള്ള സിദ്ദിഖിന്റെ സഹോദരന്റെ മറുപടി കിട്ടി. അല്ല, എന്തു പറ്റി? അല്ല, റജിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ പറഞ്ഞതും സിദ്ദിഖിന്റെ സഹോദരൻ അവരുടെ അടുത്തേക്ക് വന്നു. ശബ്ദം കേട്ടുകൊണ്ട് സമീപത്തുള്ള ഒരു താമസക്കാരൻ കൂടി അവരുടെ കൂടെ കൂടി. ആ 4 സംഘം ആ റബ്ബർ പുരയിടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അവിടെയൊന്നും റജിയില്ല. പുരയിടത്തിൽ റജിയെ കാണാതെ വന്നതും അവർ 4 കൂടി നടന്ന് റജി താമസിക്കുന്ന വീടിന്റെ മുന്നിലെത്തി. വീടിന്റെ മുന്നിലെത്തിയതും അവർ ഓരോരുത്തരും വാതിലിൽ മുട്ടി നോക്കി. അകത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. കുറച്ച് ദിവസങ്ങളായി റജികുമാർ അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വീടിന്റെ പുറത്താണ് പൂട്ടുണ്ടായിരുന്നത്. ഇപ്പോ അങ്ങനെയല്ല ആ വാതിൽ കാണുന്നത്, അകത്തുനിന്ന് പൂട്ടിയ രീതിയിലാണ്. അതാണ് അവരുടെ കൺഫ്യൂഷൻ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു ടെൻഷൻ ആ 4 സംഘത്തിന് ഉണ്ടായതും സിദ്ദിഖ് അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാന് വീടിന്റെ മുകളിൽ കയറി ഒന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വീടിന്റെ ഇടതുവശത്തെ മുറിയുടെ ജനാലിൽ ചവിട്ടി സിദ്ദിഖ് മുകളിലത്തെ കഴുക്കോലി പിടിച്ചു. അതുവഴി അയാൾ ആ വീടിന്റെ മുകളിലേക്ക് കയറി അയാൾ ആ ഭാഗത്തുള്ള 2 ഓടിളക്കുമ്പോൾ തൊട്ട് താഴെ അയാൾക്ക് മുറി കാണാം. ആ മുറിക്കകത്ത് ആരുമില്ല. സിദ്ദിഖ് താഴെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, എനിക്ക് താഴത്തെ മുറി കാണാം, ഈ മുറിയിൽ ആരുമില്ല. അത് കേട്ടത് താഴെന്ന് സിദ്ദിഖിന്റെ ഭാര്യ വിളിച്ചു പറഞ്ഞു, ഇക്കക്ക ഒന്ന് ഇറങ്ങി നോക്കി. അവർക്ക് എന്തോ ഒരു ടെൻഷൻ, അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഭാര്യ നിർബന്ധിച്ചതും സിദ്ദിഖ് ആ മേൽക്കൂരയിലെ കഴുക്കോലിൽ പിടിച്ച് അകത്തേക്ക് ഊർന്നിറങ്ങി. ആ കഴുക്കോലിൽ പിടിച്ച് തൂങ്ങി നിന്ന് അയാൾ മുറിക്കുള്ളിലേക്ക് ചാടുകയായിരുന്നു. തറയിലേക്ക് ചാടിയ സിദ്ദിഖ് നടന്ന് വാതിലിലെത്തി. ആ വാതിൽ അടഞ്ഞു കിടക്കുകയാണ്. അയാൾ വാതിൽ ഒന്ന് തള്ളിയപ്പോ വാതിൽ തുറക്കുന്നില്ല. ആ വാതിൽ ആ മുറിയുടെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണെന്ന് അതിൽ തള്ളിയതും സിദ്ദിഖിന് മനസ്സിലായി. ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ വേറെ മാർഗമൊന്നുമില്ല. സിദ്ദിഖ് അത് മനസ്സിലാക്കിയതും വീണ്ടും അവിടെയുള്ള ജനാലി ചവിട്ടി കഴുക്കോലിലേക്ക് പിടിച്ച് അതുവഴി വീടിന്റെ മുകളിലേക്ക് കയറി ആ ഓടുകൾ എടുത്ത് തിരിച്ചു വെച്ചതിന് ശേഷം താഴേക്ക് ഇറങ്ങി. അയാള് സംഭവമൊക്കെ അവരോട് പറഞ്ഞു. ആ മുറി പൂട്ടിയിരിക്കുകയാണ്, പക്ഷെ വീട്ടിനകത്ത് ഒന്നുകൂടെ പരിശോധിക്കണമെന്ന് ഒരു തോന്നൽ അത് കേട്ടപ്പോൾ എല്ലാവർക്കും തോന്നി. ഉടൻ തന്നെ സിദ്ദിഖിന്റെ വീട്ടിൽ നിന്ന് ഒരു ഏണി സംഘടിപ്പിച്ച് ആ വീട്ടിൽ കൊണ്ടുവന്ന് വീടിന്റെ പുറകുവശത്ത് അടുക്കളയോട് ചേർന്നുള്ള ഒരു മുറി ലക്ഷ്യമാക്കി അവര് ആ ഏണി ചാരി. സിദ്ദിഖ് തന്നെ വീണ്ടും മുകളിലേക്ക് കയറി. വീടിന്റെ മുകളിൽ കയറിയ സിദ്ദിഖ് അവിടെയുള്ള ഓടിളക്കി ആ ദൂരം വഴി വീടിനകത്തേക്ക് ഇറങ്ങിയ സിദ്ദിഖ് അതുവഴി നടന്ന് മുൻവശത്തെത്തി മുൻവശത്തെ വാതിലിലെ കുറ്റിയെടുത്തു. ഉടൻ സിദ്ദിഖിന്റെ ഭാര്യയും സഹോദരനും അയൽക്കാരനും വീടിനകത്തേക്ക് കയറി. ആ 4 സംഘത്തിന്റെ ഭാഗമായ സിദ്ദിഖ് അടുക്കളയുടെ ഭാഗം മുതൽ വീടിന്റെ മുൻവശത്തെ വാതിൽ വരെ നടന്നു വന്ന ആളാണ്. അവിടെ വേറെ പ്രത്യേകതയൊന്നുമില്ല. നേരത്തെ സിദ്ദിഖ് ഇറങ്ങിയ മുറി സിദ്ദിഖ് അങ്ങ് തുറക്കുകയും ചെയ്തു. അതിനകത്ത് നേരത്തെ ഒന്നുമില്ല എന്ന് കണ്ടതുമാണ്. പക്ഷെ ഇനിയും അവിടെ വേറെ മുറികളുണ്ട്. സിദ്ദിഖും ബാക്കിയുള്ളവരും അടഞ്ഞു കിടക്കുന്ന ബെഡ്റൂമിന്റെ വാതിൽ സാവധാനം തുറന്നു. ആ വാതിൽ തുറന്ന ആ 4 സംഘം അകത്തേക്ക് നോക്കിയ ആ നിമിഷത്തിൽ ശരിക്കും തമ്പിച്ച് അങ്ങനെ നിന്നു പോവുകയാണ്. 2 പെൺകുട്ടികൾ അവിടെ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുകയാണ്. അവരുടെ തല തറയിലേക്ക് വീണില്ല എന്ന ശൈലിയില് കട്ടിൽ അവർ കിടക്കുന്നത്. അല്പം കൂടി താഴേക്ക് പോയാൽ അവർ തലയിടിച്ച് തറയിൽ വീണനെ. ആ പെൺകുട്ടികളെ കണ്ടതും ശരിക്കും അമ്പരന്ന് പോയ സിദ്ദിഖിന്റെ ഭാര്യ ഓടി കട്ടിലടുത്തെത്തി. ആ
പെൺകുട്ടികളെ സൂക്ഷിച്ചു നോക്കിയ അവർ സിദ്ദിഖിനോടും കൂടുള്ളവരോടും പറഞ്ഞു, ഇത് ലിസിയുടെ പിള്ളേരാണെന്ന് തോന്നുന്നു. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞതും ബാക്കിയുള്ളവർക്കും ശരിക്കും ഒരു അമ്പരപ്പ് തോന്നുകയാണ്. ആ പെൺകുട്ടികളെ അവരാരും അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ രണ്ട് പെൺകുട്ടികൾ റെജി ലിസി ദമ്പതികൾക്ക് ഉള്ള കാര്യം അവർക്കറിയാം, പക്ഷെ അവർ കണ്ടിട്ടില്ല. എന്തോ ഒരു കൺഫ്യൂഷൻ അവർക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് അവർക്ക് ഒരു കാര്യം വ്യക്തമായി, ആ രണ്ട് പെൺകുട്ടികൾക്കും ജീവനില്ല എന്നുള്ള കാര്യം. ഒരു അനക്കവുമില്ലാതെ കിടക്കുന്ന ആ പെൺകുട്ടികളെ ഒന്ന് നോക്കിയ സിദ്ദിഖിന്റെ സഹോദരൻ ഉടൻ അവരോട് പറഞ്ഞു, നമ്മൾ ആ ബോഡിയിൽ തൊടണ്ട, നമുക്ക് ഇപ്പൊ തന്നെ പോലീസിനെ അറിയിക്കണം. ഉടൻ തന്നെ അവർ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തുമ്പോൾ രാവിലെ 9 മണിയാണ്. ഒരു പോലീസ് ജീപ്പ് ആ റബ്ബർ നിൽക്കുന്ന ഭാഗത്തേക്ക് വരുന്നത് കണ്ടതും നാട്ടുകാർ സ്വാഭാവികമായിട്ടും ആ പോലീസ് ജീപ്പിനെ ഫോളോ ചെയ്ത് ആ ബിൽഡിങ്ങിന്റെ അടുത്തെത്തി. ബിൽഡിങ്ങിന് മുന്നിൽ ഈ സമയത്ത് സിദ്ദിഖും ഭാര്യയും സിദ്ദിഖിന്റെ സഹോദരനും അയൽക്കാരനും മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ വന്നു കൂടിയിട്ടുണ്ട്. അവിടേക്ക് പോലീസ് ജീപ്പിനൊപ്പം ഓടിയെത്തിയ ആളുകൾ അവിടെയുള്ള ആളുകളോട് കാര്യം തിരക്കുമ്പോഴേക്കും പോലീസ് ഉദ്യോഗസ്ഥർ സിദ്ദിഖിനോട് സംസാരിച്ചിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കടന്നു. പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ നിന്ന് സബ് ഇൻസ്പെക്ടറും സംഘവുമാണ് എത്തിയിരിക്കുന്നത്. അകത്തേക്ക് കടന്ന് ബെഡ്റൂമിലെത്തിയ അവർക്ക് ശരിക്കും സങ്കടം വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ മുറിയിലേക്ക് കടന്ന പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ ആ സബ് ഇൻസ്പെക്ടർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ പെൺകുട്ടികളുടെ മരണത്തിൽ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്തു. ഒരുപാട് കേസുകൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയതിൽ ഒരു അതിശയമില്ല. അദ്ദേഹം ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ സീനിയറായ സർക്കിൾ ഇൻസ്പെക്ടറെ വിവരം അറിയിച്ചു. സബ് ഇൻസ്പെക്ടറിൽ നിന്ന് ആ മരണത്തെക്കുറിച്ച് വിവരം അറിഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടർ അപ്പോൾ തന്നെ ഫോറൻസിക് വിദഗ്ധരെ വിവരം ധരിപ്പിച്ചു. ഫോറൻസിക് വിദഗ്ധരും സർക്കിൾ ഇൻസ്പെക്ടറും സംഭവ സ്ഥലത്ത് എത്തുമ്പോൾ സബ് ഇൻസ്പെക്ടറും കൂടുതലുള്ള പോലീസുകാരും സിദ്ദിഖിനോടും സിദ്ദിഖിന്റെ സഹോദരനോടും സിദ്ദിഖിന്റെ ഭാര്യയോടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾ ആരാണ് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ കുട്ടികളെ യഥാർത്ഥത്തിൽ സിദ്ദിഖ് കണ്ടിട്ടേയില്ല. സിദ്ദിഖിന്റെ ആ റബ്ബർ പുരയിടത്തിൽ പണിയെടുക്കുന്ന റജികുമാറിന്റെ മക്കളാണ് അവരെന്ന് പോലീസിനോട് ആ സമയത്ത് പറഞ്ഞത് സിദ്ദിഖിന്റെ ഭാര്യയാണ്. അവരെ ആ കുട്ടികളുടെ ഫോട്ടോ അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. റജികുമാറും ഭാര്യ ലിസിയും അവരുടെ മറ്റു 2 മക്കളുമാണ് അവിടെ താമസിച്ചിരുന്നത്. 10 വയസ്സുള്ള അമലും 3 വയസ്സുള്ള അമന്യ എന്ന പെൺകുട്ടിയുമാണ് ആ ദമ്പതികൾക്കൊപ്പം അവിടെ ഉണ്ടായിരുന്നു. മൂത്ത പെൺകുട്ടിക്ക് 12 വയസ്സും മരിച്ചു കിടക്കുന്ന രണ്ടാമത്തെ പെൺകുട്ടിക്ക് 9 വയസ്സുമാണെന്ന് സിദ്ദിഖിന്റെ ഭാര്യ പോലീസിനോട് തിരുത്തി പറയുകയും ചെയ്തു. ആ 2 പെൺകുട്ടികളും കോട്ടയത്ത് ഒരു മഠത്തിൽ നിന്ന് പഠിക്കുകയാണെന്നാണ് ലിസി സിദ്ദിഖിന്റെ ഭാര്യയോട് പറഞ്ഞിരുന്നത്. അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവര് അങ്ങനെയാണ് പോലീസിന് പങ്കുവച്ചത്. 2007 മധ്യത്തിലാണ് റജികുമാറും ഭാര്യയും ആ 2 മക്കളുമായി അവിടെ താമസത്തിന് വന്നത്. റബ്ബർ വെട്ട കാര്യങ്ങളൊക്കെ അറിയാവുന്ന റജികുമാറിന് സിദ്ദിഖിന്റെ കുടുംബം ജോലി കൊടുക്കുകയും ചെയ്തു. സബ് ഇൻസ്പെക്ടർ ഈ വിവരങ്ങളൊക്കെ സിദ്ദിഖിന്റെ ഭാര്യയോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും സ്ഥലത്തെത്തുന്നത്. അദ്ദേഹം ആ അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക്കാർ വന്ന് തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങാൻ പറ്റൂ. അതുവരെ ആ സംഭവവുമായി ബന്ധപ്പെട്ട ബാക്കി വിവരങ്ങൾ ശേഖരിക്കുക എന്ന ദൗത്യത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. റജികുമാറും ഭാര്യയും 2 കുട്ടികളും അവിടെ അങ്ങനെ താമസിക്കുന്ന സമയത്താണ് 2 ആഴ്ച മുമ്പ് ലിസി കോട്ടയത്തേക്ക് പോയത്. ലിസിയെ കാണാത്തത് കൊണ്ട് വീട്ടിന് പുറത്ത് കേട്ട കുട്ടികളോട് വിവരം തിരക്കിയപ്പോഴാണ് ലിസി കോട്ടയത്തേക്ക് പോയ കാര്യം സിദ്ദിഖിന്റെ ഭാര്യ അറിഞ്ഞത്. കുട്ടികളോട് സിദ്ദിഖിന്റെ ഭാര്യ സംസാരിക്കുന്ന സമയത്ത് റജി റബ്ബർ വെട്ടിയിട്ട് സിദ്ദിഖിന്റെ വീട്ടിലെത്തി. ആ സമയത്ത് സിദ്ദിഖിന്റെ ഭാര്യ റജിയോട് ആ കാര്യം സംസാരിച്ചിരുന്നു, ലിസി കോട്ടയത്തേക്ക് പോയ കാര്യം. അപ്പോൾ റജി സിദ്ദിഖിന്റെ ഭാര്യയോട് അയാളും അയാളുടെ മക്കളും കൂടി കോട്ടയത്ത് പോകുന്നുണ്ടെന്നും പോയിട്ട് വരുമ്പോൾ ലിസിയും അവരുടെ 2 മൂത്ത കുട്ടികളെയും അവിടേക്ക് കൊണ്ടുവരുമെന്നൊക്കെ സിദ്ദിഖിന്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു. ഈ സംഭവം കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം സന്ധ്യ കഴിഞ്ഞ സമയത്ത് ഏകദേശം ഒരു രാത്രി 9 മണിയോട് അടുപ്പിച്ച് റജികുമാർ സിദ്ദിഖിന്റെ വീട്ടിൽ വന്ന് അല്പം ആഹാരം വാങ്ങിച്ചിരുന്നു. അവര് എത്തിയപ്പോൾ രാത്രിയായി പോയെന്നും കറി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അന്ന് റജി ചോദിച്ചത്. അന്ന് സിദ്ദിഖിന്റെ വീട്ടിൽ കൂൺ ഉപയോഗിച്ച് ഒരു കറി ഉണ്ടാക്കിയിരുന്നു. ആ കറി ചൂടോടെ സിദ്ദിഖിന്റെ ഭാര്യ റജികുമാറിന് കൊടുക്കുകയും ചെയ്തു. സിദ്ദിഖിന്റെ ഭാര്യ അത്രയും പറഞ്ഞതും സർക്കിൾ ഇൻസ്പെക്ടർ അവരോട് ചോദിച്ചു, റജി കറി വാങ്ങിക്കാൻ വന്നപ്പോ റജിയുടെ ഒപ്പം കുടുംബം വന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചായിരുന്നു. സർ, കുടുംബം വന്നിട്ടുണ്ടായിരുന്നില്ല, റജി മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ കുടുംബത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ റജി എന്നോട് പറഞ്ഞത് 17-ാം തീയതി ലിസിയുടെ അമ്മാവനൊപ്പം അവളും കുട്ടികളെല്ലാം മടങ്ങി വരുമെന്നാണ്. സർ, പിറ്റേന്ന് റജി റബ്ബർ വെട്ടാനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ റജിയെ കണ്ടില്ല, വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ വീട്ടിൽ പൂട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി റജി മടങ്ങി വന്നെന്ന്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ തട്ടി വിളിച്ചപ്പോൾ ആരും തുറന്നില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഭർത്താവിനോട് കാര്യം പറയുന്നതും അവരെല്ലാരും കൂടി വന്ന് വീട് തുറന്നതും. അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവര് പോലീസിനോട് വിശദമാക്കി. ഈ സമയത്ത് ഫോറൻസിക് വിദഗ്ധരെത്തി. അവര്
വിശദമായ പരിശോധന ആരംഭിച്ചു. സബ് ഇൻസ്പെക്ടർക്ക് തോന്നിയത് തന്നെയാണ് ഒറ്റ നോട്ടത്തിൽ ഫോറൻസിക്കാരനും തോന്നിയത്. ആ 2 കുട്ടികളുടെ മരണവും സ്വാഭാവികമായ മരണമല്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ ഫോറൻസിക്കാര് അത് ഉറപ്പാക്കുകയും ചെയ്തു. ആ ഭാഗത്തുനിന്ന് ലഭിക്കാവുന്ന വിരലടയാളങ്ങളും മറ്റ് തെളിവുകളൊക്കെ ശേഖരിക്കുന്ന പ്രക്രിയയിലേക്ക് ഫോറൻസിക്കാരെ കടന്നു. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തീകരിച്ച് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോഴേക്കും സമയം ഏകദേശം സന്ധ്യയാകാറായി. റെജിയും ലിസിയും അവരുടെ 2 ഇളയ കുട്ടികളുമാണ് യഥാർത്ഥത്തിൽ അവിടെ താമസിച്ചിരുന്നത്. പാലക്കാട് ആമയൂരിൽ ഉണ്ടായിരുന്ന ആ 4 സംഘത്തെ കാണാനില്ല. അതേസമയത്ത് കോട്ടയത്ത് താമസിച്ചിരുന്ന റെജിയുടെയും ലിസിയുടെയും ആ 2 പെൺകുട്ടികൾ കൊല്ലപ്പെട്ട നിലയിൽ ഇവിടെ ആ വീടിനകത്ത് കണ്ടുകിട്ടുകയും ചെയ്തു. ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും പോലീസിനുണ്ടായി. എന്തോ വലിയൊരു ദുരന്തം സംഭവിച്ചു എന്നൊരു ഫീല് സ്വാഭാവികമായിട്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കൊക്കെ ഉണ്ടാവുകയാണ്. ചാനലുകളും പത്രങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്തു. പോലീസ് വിശദമായ ഒരു അന്വേഷണം ആരംഭിച്ചു. ആ വാടക വീടിന് സമീപത്തുള്ള എല്ലാ ആളുകളോടും വിവരങ്ങൾ തിരക്കി തുടങ്ങിയ പോലീസ് പതുക്കെ പതുക്കെ അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിപ്പിച്ചപ്പോഴാണ് ഒരു സ്ത്രീയിൽ നിന്ന് വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടുന്നത്. അവരുടെ ഭർത്താവ് കോയമ്പത്തൂർ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഭർത്താവ് സാധാരണ ഇതിൽ രാത്രിയാണ് എത്തുക. 22-ാം തീയതി രാത്രി ഒരു ഓട്ടോ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് ആ സ്ത്രീ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റോഡിലോട്ട് നോക്കുമ്പോൾ അവരുടെ വീടിനും ബസ് സ്റ്റാൻഡിനും ഇടയിലായി ഒരു ഓട്ടോ നിൽക്കുന്നത് അവർ കണ്ടു. ആ ഓട്ടോയിൽ നിന്ന് റജികുമാർ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ആദ്യം അവർ കണ്ടത്. റജികുമാറിന്റെ പുറകെ 2 പെൺകുട്ടികളും ഇറങ്ങി. രാത്രിയാണ് അവർ ആ കാഴ്ച കണ്ടത്. ആ സമയത്ത് രാത്രി ഏകദേശം ഒരു 9 മണി ആയിട്ടുണ്ടാവും. ആ കാഴ്ച അവരുടെ മനസ്സിൽ അപ്പോഴും ഉണ്ട്. അവരുടെ ഭർത്താവല്ല എന്ന് മനസ്സിലായതും അവര് വീട്ടിലേക്ക് കടക്കുകയും ചെയ്തു. പിറ്റേന്ന് 23-ന് പകലാണ് യഥാർത്ഥത്തിൽ അവര് റജികുമാറിന്റെ വീട്ടിൽ 2 പെൺകുട്ടികൾ മരിച്ച വിവരം അറിഞ്ഞത്. ആ വിവരം അറിഞ്ഞ നിമിഷം മുതൽ അവരുടെ മനസ്സിൽ ആ പഴയ ചിത്രം കടന്നു വന്നു. തലേദിവസം രാത്രി ഏകദേശം 9 മണിയോടടുപ്പിച്ച് റജികുമാറും ആ പെൺകുട്ടികളും ഓട്ടോയിൽ വന്നിറങ്ങിയ ആ ചിത്രമാണ് അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. അതുകൊണ്ടാണ് അവർ പോലീസിനെ തേടിപ്പിടിച്ച് എത്തി ആ വിവരം പോലീസിനോട് പറഞ്ഞത്. ശരിക്കും നിർണായകമായ ഒരു വിവരമാണ് ഇപ്പൊ പോലീസിന് കിട്ടിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട ആ 2 പെൺകുട്ടികൾക്കൊപ്പം റജികുമാർ തലേദിവസം രാത്രി അവിടെ ആ ആമയൂരിൽ ഓട്ടോയിൽ വന്നിറങ്ങിയിരുന്നു. നേരെ പുലർന്നപ്പോ കൊല്ലപ്പെട്ട രീതിയിലാണ് ആ പെൺകുട്ടികളെ ഇതാ നാട്ടുകാർ കാണുന്നത്. അങ്ങനെയെങ്കിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്ന റജികുമാർ എവിടെ പോയി? ഇനി റജികുമാർ ആണോ ആ പെൺകുട്ടികളെ കൊന്നത്? ആ ഒരു ചോദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് വന്നതും കോട്ടയം മേഖലയിൽ റജികുമാറിനെ കുറിച്ച് തിരക്കാനായി ഏൽപ്പിച്ച പോലീസിന് ഉടൻ തന്നെ ആ നിർദ്ദേശം കിട്ടി. റജികുമാറിന്റെ സകല ബാക്ക്ഗ്രൗണ്ടും അന്വേഷിക്കാനുള്ള നിർദ്ദേശമാണ് അവർക്ക് കിട്ടിയത്. ആ പെൺകുട്ടികളെ റജികുമാർ കൊലപ്പെടുത്തിയതാണെങ്കിൽ സംഭവം വളരെ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ്. റജികുമാറിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുകയും റജികുമാറുമായി ബന്ധപ്പെട്ട സകല ആളുകളെയും കോൺടാക്ട് ചെയ്യാനുള്ള നിർദ്ദേശം കോട്ടയം പോലീസിന് കിട്ടി. കോട്ടയം മേഖലയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിന് ഫലമുണ്ടായി. റജികുമാറുമായി കണക്ട് ചെയ്ത് ബന്ധുക്കളൊക്കെ കോട്ടയത്ത് പല ഭാഗത്തും ഉണ്ട്. അവരോടൊക്കെ തിരക്കുമ്പോഴാണ് പോലീസിന് അങ്ങനെ ഒരു വിവരം കിട്ടുന്നത്. റജികുമാറോ ഭാര്യ ലിസിയോ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആ 2 കുട്ടികളോ കോട്ടയത്ത് വന്നിട്ടേ ഇല്ല. അവിടെ ഒരു വീട്ടിലും അവർ 4 പേരും എത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ 4 പേര് എവിടെ പോയി? റജികുമാർ ആ 2 പെൺകുട്ടികളെയും കൊലപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള ആളുകളുമായി രക്ഷപ്പെട്ടതാണോ? അങ്ങനെയെങ്കിൽ അത് എന്തിന്? ആ 2 പെൺകുട്ടികളെയും കോട്ടയത്ത് ഒരു മഠത്തിൽ നിർത്തി പഠിപ്പിക്കുന്ന കാര്യം സിദ്ദിഖിന്റെ ഭാര്യ പറഞ്ഞ് പോലീസിന് ഇപ്പോൾ അറിയാം. മഠത്തിൽ പഠിക്കുകയായിരുന്ന ആ കുട്ടികളെ ആമയൂരിൽ കൊണ്ടെത്തിച്ച് അവിടെ വെച്ച് കൊലപ്പെടുത്തിയിട്ട് റജികുമാർ എന്തിന് ഭാര്യയും മറ്റു 2 കുട്ടികളുമായും അവിടെ നിന്ന് രക്ഷപ്പെടണം? ഒരുപാട് ചോദ്യങ്ങളാണ് പോലീസിന്റെ മുന്നിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ഈ വിവരങ്ങളും പത്രങ്ങളും ചാനലുകളും അതാത് സമയത്ത് നാട്ടുകാരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു കൺഫ്യൂഷൻ സകലർക്കും ഉണ്ട്. എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് ആർക്കും ഒരു പിടിയുമില്ല. നാട്ടുകാരോട് വിവരം തിരക്കുമ്പോഴാണ് റജികുമാറിനെ കുറിച്ച് കുറെ വിവരങ്ങൾ പോലീസിന് കിട്ടിയത്. റജികുമാർ ഒരു BSc കെമിസ്ട്രിക്കാരനാണ്. BSc കെമിസ്ട്രിക്കാരനായ റജികുമാർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ നേടിയതിനു ശേഷം ഒരു വക്കീലിന്റെ ബെഞ്ച് ക്ലർക്കായി വർക്ക് ചെയ്യായിരുന്നു. കുറെ വർഷം ബെഞ്ച് ക്ലർക്കായി വർക്ക് ചെയ്ത റജികുമാർ 1 വർഷം മുമ്പാണ് കോട്ടയത്ത് നിന്ന് പാലക്കാട് ആ ആമയൂരിലേക്ക് പോയത്. പട്ടാമ്പയ്ക്ക് സമീപത്ത് ആമയൂരിൽ ബെഞ്ച് ക്ലർക്കിന്റെ പണി ഉപേക്ഷിച്ച് ഒരു റബ്ബർ വെട്ടുകാരനായി റജികുമാർ മാറുകയായിരുന്നു. ബെഞ്ച് ക്ലർക്കായിരുന്ന റജി ഒരു റബ്ബർ വെട്ടുകാരനായി മാറിയതിൽ സ്വാഭാവികമായും ഒരു അസ്വാഭാവികത റജിയുടെ ബന്ധുക്കൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ റജിയുടെ ശൈലി അറിയാവുന്നതുകൊണ്ട് ബന്ധുക്കൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിച്ചിരുന്നില്ല എന്നാണ് സത്യം.
പോലീസിന് ആ വിവരം ഇപ്പോ കിട്ടിയിട്ടുണ്ട്. റജികുമാർ ഒരു അസ്വാഭാവികമായ സ്വഭാവമുള്ള ഒരാളാണെന്നുള്ള ധാരണ പോലീസിന് പതുക്കെ പതുക്കെ കിട്ടിത്തുടങ്ങിയാണ്. ഈ സമയത്ത് പോലീസ് റജികുമാറിന്റെ ആ മൊബൈൽ നമ്പർ ട്രേസ് ചെയ്യാനുള്ള ഒരു നീക്കവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സൈബർ സെല്ല് റജികുമാർ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ആമയൂരത്തെ പോലീസ് വിശദമായി ആ ഭാഗവും അരിച്ചു പറക്കുന്നുണ്ട്. റജികുമാറിന്റെ സ്വഭാവത്തിൽ ചില അസ്വാഭാവിക രീതികൾ ഉണ്ടെന്ന് ബന്ധുക്കൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആമയൂര് പോലീസ് റജിയും ലിസിയും താമസിച്ചിരുന്ന വീട് ഒന്നുകൂടി പരിശോധിക്കാൻ തീരുമാനിച്ചു. അവിടെ ആ വീടിനകത്ത് ചെറിയ രീതിയിൽ ഒരു മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണം ശരിക്കും ഇപ്പോഴാണ് പോലീസ് കൃത്യമായി കാണുന്നത്. തുടക്കത്തിൽ ആ രണ്ട് പെൺകുട്ടികളും മരണപ്പെട്ട നിലയിൽ കണ്ടപ്പോൾ അന്ന് ആ ശൈലിയിൽ ഒരു വിലയിരുത്തൽ പോലീസ് നടത്തിയിരുന്നില്ല. ആ മൽപ്പിടുത്തത്തിന്റെ ലക്ഷണം കണ്ടപ്പോൾ പോലീസിന്റെ സംശയം, ഇനി ഭാര്യ ലിസിയും റജികുമാർ കൊലപ്പെടുത്തി കാണുമോ? അങ്ങനെ ഒരു സംശയം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തോന്നിയതും പോലീസ് സംഘം നാട്ടുകാരുടെ സഹായത്തോടു കൂടി ആ വീടും പരിസരവും ചുറ്റുപാടുകളൊക്കെ ഒന്ന് പരിശോധിച്ചു തുടങ്ങി. മക്കളെ കൊലപ്പെടുത്തിയതുപോലെ ലിസി അയാൾ എന്തെങ്കിലും ചെയ്തു കാണോ? ഒരു സംശയം പോലീസിന് ആ ശൈലിയിലുണ്ട്. നാട്ടുകാരും പോലീസും കൂടി ചുറ്റുവട്ടത്തുള്ള വീടുകളും ആ വീടിന്റെ പരിസരവും എല്ലാം പരിശോധിച്ചു തുടങ്ങി. ഒരുപാട് റബ്ബറുള്ള മേഖലയാണ്. ആ പുരയിടത്തിലേക്ക് അവരെങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പരിശോധിച്ചു വരുമ്പോൾ പരിശോധനയ്ക്കൊടുവിൽ പോലീസ് സംഘം ലിസിയും റജികുമാറും താമസിച്ചിരുന്ന വീട്ടിൽ തന്നെ തിരിച്ചെത്തി. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ പോലീസ് അവർ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വീടിന് ചുറ്റും നിരീക്ഷിക്കുകയായിരുന്ന ഒരു പോലീസുകാരൻ അത്ഭുതകരമായ ഒരു കാര്യം കണ്ടതുപോലെ സബ് ഇൻസ്പെക്ടറെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞു. ആ സബ് ഇൻസ്പെക്ടർ കൂട്ടരും ആ പോലീസുകാരന്റെ പുറയിൽ അയാള് നയിക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തി. അയാൾ അവിടെ സെപ്റ്റിക് ടാങ്കിന്റെ സമീപത്താണ് നിൽക്കുന്നത്. അവിടെ മറ്റ് സ്ഥലങ്ങളിൽ ഉള്ളതിനേക്കാൾ ഈച്ചയുടെ അളവ് കൂടുതലാണ്. സെപ്റ്റിക് ടാങ്ക് ഉള്ള ഭാഗത്ത് സാധാരണ ഈച്ച കാണുന്നതാണ്. പക്ഷെ അവിടെ ആ ഈച്ചയുടെ സാന്നിധ്യത്തിൽ എന്തോ ഒരു അസ്വാഭാവികത ഒറ്റ നോട്ട് തന്നെ സബ് ഇൻസ്പെക്ടർക്ക് തോന്നി. അങ്ങനെ ഒരു തോന്നലുണ്ടായെന്നും SI നാട്ടുകാരോട് പറഞ്ഞ് ആ സെപ്റ്റിക് ടാങ്ക് ഒന്ന് തുറപ്പിച്ചു. സെപ്റ്റിക് ടാങ്ക് തുറക്കുമ്പോൾ സാധാരണ രീതിയിൽ ഒരു നാറ്റം സ്വാഭാവികമായി ഉണ്ടാവും. പക്ഷേ അവിടെ ആ സെപ്റ്റിക് ടാങ്ക് തുറന്നപ്പോൾ ആ നാറ്റത്തോടൊപ്പം കുറെ കൂടി രൂക്ഷമായ ഒരു ഗന്ധം സകലർക്കും അനുഭവപ്പെട്ടു. രൂക്ഷമായ ഗന്ധം അനുഭവപ്പെട്ടതും ആ ടാങ്കിനകത്ത് എന്തോ ഉണ്ടെന്നുള്ള ഒരു പ്രതീതി എല്ലാവർക്കും ഉണ്ടായി. ശരിക്കും ഇപ്പൊ ഒരു ടെൻഷൻ ആളുകൾക്കൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങിയാണ്. എന്തായാലും ആ ടാങ്ക് പൂർണ്ണമായി തുറന്നു പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. ആ പരിശോധന നടത്തിയപ്പോൾ അവർക്ക് ആ ടാങ്കിനകത്തുനിന്ന് ഒരു ബോഡി കിട്ടി. ആ ബോഡി ഒരു സ്ത്രീയുടേതാണെന്ന് ഒറ്റ നോട്ട് തന്നെ വ്യക്തവുമാണ്. പക്ഷെ ശരിക്കും ആ ബോഡി അഴുകിയിട്ടുണ്ട്. വിവരമറിഞ്ഞ് ഫോറൻസിക് വിദഗ്ധരും DYSP രാമചന്ദ്രൻ ഉൾപ്പെടെ സ്ഥലത്തെത്തി. ആ ബോഡി എടുത്ത് പുറത്ത് ഒരു പായിലേക്ക് കിടത്തിയപ്പോൾ സിദ്ദിഖിന്റെ ഭാര്യ ഒറ്റ നോട്ട് തന്നെ ആ ബോഡി തിരിച്ചറിഞ്ഞു. സർ, ഇത് ആ ലിസിയാണ്. റജികുമാറിന്റെ ഭാര്യ ലിസിയുടെ ബോഡിയാണ് ആ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് എടുത്ത് പുറത്ത് കിടത്തിയതെന്ന് സിദ്ദിഖിന്റെ ഭാര്യ പറഞ്ഞതോടുകൂടി ശരിക്കും ഒരു വലിയൊരു ക്രൈം നടന്ന ഒരു പ്രതീതി എല്ലാവർക്കും ഉണ്ടായി. ആദ്യം റജികുമാർ ലിസി ദമ്പതികളുടെ 2 മക്കളെ കൊല്ലപ്പെട്ട രീതിയിൽ കിട്ടുന്നു. ഇതാ ഇപ്പോ ലിസിയുടെ ബോഡിയും അങ്ങനെ കിട്ടുകയാണ്. ഈ സമയത്ത് പോലീസിന് മറ്റൊരു റിപ്പോർട്ട് കൂടി കിട്ടിയിരിക്കുകയാണ്. അത് ആ പെൺകുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 12 വയസ്സുള്ള ആ മൂത്ത പെൺകുട്ടിയും ഇളയ പെൺകുട്ടിയും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം ആ മൂത്ത പെൺകുട്ടി മരണപ്പെടുന്നതിന് മുന്നേ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റജികുമാറിന്റെ മകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലും ഒരു അച്ഛൻ മകളെ റേപ്പ് ചെയ്യില്ലല്ലോ. ആ ചിന്ത സ്വാഭാവികമായും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. ഇപ്പോ റജിയുടെ ഭാര്യയെ കൊല്ലപ്പെട്ട രീതിയിൽ കിട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ റജിയുടെ കുടുംബത്തെ മുഴുവൻ ആരെങ്കിലും ഇല്ലാതാക്കിയതാണോ? അങ്ങനെ ഇല്ലാതാക്കിയ ആളുകൾ ആരെങ്കിലും റജിയുടെ മകളെ റേപ്പ് ചെയ്തതാണോ? റജിയുടെ ഭാര്യ റേപ്പ് ചെയ്യപ്പെട്ടോ ഇല്ലയെന്ന് അറിയാൻ കഴിയില്ല. കാരണം ആ ബോഡി ശരിക്കും അഴുകി തുടങ്ങിയ ശൈലിയിലാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പോലീസ് പുറത്തെടുക്കുന്നത്. വിശദമായ എൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ആ ബോഡിയുമായി ബന്ധിപ്പിച്ച് എന്തെങ്കിലും നിഗമനത്തിൽ എത്താൻ പറ്റും. DYSP രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ഒരു വീട്ടിൽ 3 ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പെട്ടെന്നാണ് അവരെല്ലാവരും ആ നിർണായകമായ വിഷയത്തിലേക്ക് കടന്നു വരുന്നത്. 10 വയസ്സുള്ള അമലും 3 വയസ്സുള്ള ആ പെൺകുട്ടിയും എവിടെ പോയി? അതോടൊപ്പം റജികുമാർ. ആ ചോദ്യത്തിന്റെ ഉത്തരം അന്ന് ഏകദേശം വൈകുന്നേരത്തോടുകൂടി പോലീസിന് ആ കോമ്പൗണ്ടിന്റെ ഭാഗത്ത് തന്നെ കിട്ടുകയാണ്. നാട്ടുകാരും പോലീസും ചേർന്ന്
നടത്തിയ തിരച്ചിലൊടുവിൽ സിദ്ദിഖിന്റെ പുരയിടത്തിന്റെ ഏകദേശം ഒത്തിരി പുറകിലോട്ട് മാറി കുറച്ച് ചെടികൾ പിടിച്ചു കിടക്കുന്ന ഭാഗത്ത് 2 പ്ലാസ്റ്റിക് ചാക്കുകൾ പോലെ കണ്ടതിൽ നിന്നാണ് ആ സംഭവം തുടങ്ങുന്നത്. ആ പ്ലാസ്റ്റിക് ചാക്കുകൾ കണ്ട ആളുകൾ ആരോ പോലീസിനോട് വിവരം പറഞ്ഞതും പോലീസ് എത്തി ആ ചാക്കുകൾ എടുപ്പിക്കുകയായിരുന്നു. അതിനകത്ത് ഒന്നിൽ അമലും മറ്റേതിൽ അമന്യയുമാണ് ഉള്ളത്. 2 കുട്ടികളെയും കൊന്ന് ആ ചാക്കിനകത്ത് ആക്കിയിരിക്കുകയാണ്. 2 ചാക്കുകളിലായി അവർക്ക് ലഭിച്ച ആ ബോഡികൾ ശരിക്കും അഴുകിയിട്ടുണ്ട്. പക്ഷെ നാറ്റം പുറത്തു വരാതിരുന്നത് ആ പ്ലാസ്റ്റിക് ചാക്ക് കംപ്ലീറ്റ് ആയി കെട്ടപ്പെട്ടിരുന്നുകൊണ്ടാണ്. ആ ചാക്ക് അഴിച്ചപ്പോൾ തന്നെ ശരിക്കും രൂക്ഷമായ ഗന്ധം ആ ഭാഗത്തേക്ക് ഉണ്ടായി. ഒരു വീട്ടിലെ 5 ആളുകളാ കൊല്ലപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ ഇതിനു മുമ്പ് നമുക്ക് കേട്ട് പരിചയമില്ലാത്ത ശൈലിയിലുള്ള മരണങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. 3 വയസ്സും 10 വയസ്സുമുള്ള കുട്ടികളെ കൊന്ന് ചാക്കിൽ കെട്ടി ഒരു കാട്ടിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. 2 കുട്ടികളെ ബെഡ്റൂമിൽ കൊല്ലപ്പെട്ട രീതിയിൽ കാണുന്നു. ആ കുട്ടികളുടെ അമ്മയെ സെപ്റ്റിക് ടാങ്കിനകത്ത് കാണുന്നു. ഇനി ബാലൻസ് ഉള്ളത് ആ കുട്ടികളുടെ അച്ഛനാണ്, റജികുമാർ. അയാളെ കൊലപാതകികൾ എന്ത് ചെയ്തിരിക്കും? ചിലപ്പോൾ റജികുമാറിനെയും കൊന്ന് അവിടെ എവിടെയെങ്കിലും ഇതുപോലെ കെട്ടിയിട്ടിരിക്കുകയാണെങ്കിലോ? അങ്ങനെ ഒരു സംശയം തോന്നിയതും ഡിവൈഎസ്പി രാമചന്ദ്രൻ ഡോഗ് സ്ക്വാഡിനെ കൂടി രംഗത്തിറക്കി. ഡോഗ് സ്ക്വാഡിന്റെ സഹായത്താൽ പോലീസ് ആ റബ്ബർ പുരയിടവും സമീപത്തുള്ള പുരയിടങ്ങളും ഒക്കെ അരിച്ചു പറക്കി തുടങ്ങി. വിശദമായൊരു തിരച്ചിൽ തന്നെ നടക്കുകയാണ്. റജികുമാറിന്റെ ഡെഡ് ബോഡിക്ക് വേണ്ടി പോലീസ് ആ ദിവസം മുഴുവൻ തിരക്കിയെങ്കിലും റജികുമാറിന്റെ ഡെഡ് ബോഡി അവിടുന്ന് കിട്ടിയില്ല. ഇത് ലൈവായി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചാനലുകൾ. ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതക പരമ്പരയാണ് ആമയൂരിൽ നടന്നിരിക്കുന്നത്. സകല ചാനലുകളും ബ്രേക്കിംഗ് ന്യൂസായിട്ട് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പ്രമുഖ ചാനലുകൾ മറ്റൊരു ഇൻഫർമേഷൻ ബ്രേക്ക് ചെയ്യുന്നത്. റജികുമാറിന്റെ ടെലിഫോൺ ശരിക്കും ചാലുവാണ്. റജികുമാറിന്റെ മൊബൈൽ പാല കോട്ടയം മേഖലയിൽ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ ചാനലുകൾ മറ്റൊരു വാർത്ത കൂടി ബ്രേക്ക് ചെയ്യാണ്. ഈ 5 പേരെയും കൊന്നത് റജികുമാർ ആണെന്നുള്ള ഒരു സംശയമാണ് ചാനലുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായിട്ട് അതൊരു വല്ലാത്ത ബ്രേക്കിംഗ് ന്യൂസായി മാറി. ഭാര്യയും 4 കുട്ടികളെയും കൊലപ്പെടുത്തി റജികുമാർ ആമയൂരിൽ നിന്ന് കോട്ടയത്തേക്ക് വന്നിരിക്കുകയാണ്. റജികുമാറിന്റെ മൊബൈൽ നമ്പർ സജീവമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും റജികുമാറിലേക്ക് എല്ലാവരുടെയും സംശയം എത്തുമല്ലോ. ഇനി റജികുമാറിനെ കൊലപ്പെടുത്തിയിട്ട് ആരെങ്കിലും ആ മൊബൈൽ കൈവശം വെച്ചിരിക്കുന്നതാണോ? ആ ഒരു ചോദ്യവും ഇതിനിടയിൽ ചില ചാനലുകൾ ചോദിക്കുന്നുണ്ട്. ചാനലുകൾ ഈ ശൈലിയിൽ ബ്രേക്ക് ചെയ്യുമ്പോഴും പോലീസ് തികഞ്ഞ നിശബ്ദത ഈ വിഷയത്തിൽ പാലിക്കുകയാണ്. ആമയൂർ കൂട്ടക്കൊലക്കേസ് അന്വേഷിക്കുന്ന ഡിവൈഎസ്പി രാമചന്ദ്രനും സർക്കിൾ ഇൻസ്പെക്ടറും SI ഉൾപ്പെടെയുള്ള ആ ടീം പാലക്കാട് മേഖലയിൽ ആ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അങ്ങനെ സജീവമായി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലിസിയുടെ ഡെഡ് ബോഡിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. അതുപോലെ ആ 2 കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം നടപടി നടക്കുകയാണ്. അതുമായി കണക്ട് ചെയ്ത് ഒരുപാട് വിവരങ്ങൾ അവർക്ക് ശേഖരിക്കാനുണ്ട്. ഈ സമയത്താണ് കോട്ടയത്തെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ ഒരു കോള് വരുന്നത്. പത്രങ്ങളിലും ടിവിയിലൂടെ കാണുന്ന ആ റജികുമാറിനെ കോട്ടയത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടതായിട്ടാണ് ഒരാൾ പോലീസിനെ വിളിച്ചറിയിച്ചത്. അത് ശരിക്കും ഉപയോഗമുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷന് ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റജികുമാറിനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പോക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. ശരിക്കും റജികുമാറിനെ കണ്ട ആ നിമിഷത്തിൽ തന്നെ ആ കണ്ടയാള് സ്റ്റേഷനിൽ വിളിച്ചു പറയുകയായിരുന്നു. റജികുമാർ കോട്ടയത്ത് നിന്ന് എങ്ങോട്ടേക്കോ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവനെ ബസ്സിൽ കയറി രക്ഷപ്പെടാൻ കഴിയും മുമ്പ് പോലീസ് കസ്റ്റഡി എടുത്തു. വിവരം ആമയൂർ പോലീസിനെ അറിയിച്ചു. അവര് കോട്ടയത്തെത്തി റജികുമാറിനെ സ്വീകരിച്ച് നേരെ ആമയൂർ എത്തിച്ച് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി അയാളെ കസ്റ്റഡിയിൽ ഏറ്റുവാങ്ങി. പോലീസ് കസ്റ്റഡിയിൽ റജികുമാറിനെ ഏറ്റുവാങ്ങിയ പോലീസ് ആദ്യം ചെയ്തത് അയാളുടെ വിരലടയാളങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. നേരത്തെ കൊല്ലപ്പെട്ട ആ 2 പെൺകുട്ടികളും ലിസിയും അതുപോലെ 2 കവറിനകത്ത് കിട്ടിയ ആ കുട്ടികളുടെ ബോഡികളും ഒക്കെ വിശദമായ പരിശോധനയ്ക്ക് ഫോറൻസിക് കെയർ വിധേയമാക്കിയിരുന്നു. അതോടൊപ്പം ആ വീടും അവര് ശരിക്കും പരിശോധിക്കുകയും കിട്ടാവുന്ന എല്ലാ അടയാളങ്ങളും തെളിവുകളും ശേഖരിക്കുകയും ചെയ്തിരുന്നു. ആ വിവരങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. അവിടെ ഒരു പുരുഷന്റെ വിരലടയാളം മാത്രമേ ഉള്ളൂ. ആ പുരുഷന്റെ വിരലടയാളവും റജികുമാറിന്റെ വിരലടയാളവും തമ്മിൽ സാമ്യമുണ്ടോ എന്നാണ് ആദ്യം പോലീസിന് അറിയേണ്ടത്. അതുകൊണ്ടാണ് റജികുമാറിനെ കിട്ടിയ ആ നിമിഷത്തിൽ വിരലടയാളം ശേഖരിച്ചത്. അത് തമ്മിൽ മാച്ച് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. റജികുമാറിന്റെ വിരലടയാളം ശേഖരിച്ച് അത് റജികുമാറിന്റെ വീട്ടിൽ കണ്ട വിരലടയാളവുമായി മാച്ച് ചെയ്ത പോലീസ് റജികുമാറിനെ ചോദ്യം ചെയ്തു തുടങ്ങി. റജികുമാർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട്, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നുമുണ്ട്. പക്ഷെ ആ മറുപടികൾ നേരത്തെ പോലീസ് കളക്ട് ചെയ്ത ചില കാര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല. ആദ്യത്തെ പെൺകുട്ടികളുടെ മരണം അറിഞ്ഞ് പോലീസ് എത്തിയ നിമിഷത്തിൽ സിദ്ദിഖും ഭാര്യയും സമീപത്തുള്ള നാട്ടുകാരും പോലീസിന് നൽകിയിരിക്കുന്ന ചില മൊഴികളുണ്ട്. ആ മൊഴികളിൽ പറയുന്ന കാര്യങ്ങളും
ഇപ്പോ റജികുമാർ പറയുന്ന കാര്യങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. റജികുമാറിന് ഈ മരണങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നാണ് റജികുമാർ പോലീസിനോട് പറയുന്നത്. ലിസിയെ കാണാതെ പോയിട്ട് എന്തുകൊണ്ട് പോലീസിനെ അറിയിച്ചില്ല എന്ന ചോദ്യത്തിന് അവന് പക്ഷേ വ്യക്തമായ ഉത്തരമില്ല. സാധാരണഗതിയിൽ ഭാര്യയെ കാണാതെ പോകുമ്പോൾ ആരായാലും പോലീസിൽ പരാതി കൊടുക്കുമല്ലോ. അയാള് പരാതി കൊടുത്തിട്ടില്ല. മക്കള് രണ്ടുപേരും കൊല്ലപ്പെട്ട വാർത്ത സ്വാഭാവികമായിട്ടും അയാള് പത്രങ്ങളിലൂടെ അറിഞ്ഞതാണല്ലോ. അത് അറിയുന്നത് 23-നാണ്. 23-ന് വിവരം അറിഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായും അയാള് ആമയൂരിൽ എത്തേണ്ടതല്ലേ. അയാള് എത്തിയിട്ടില്ല. അതിനുള്ള മറുപടി റജികുമാർ പോലീസിനോട് പറഞ്ഞെങ്കിലും ആ മറുപടി വിശ്വസനീയമായി പോലീസിന് തോന്നിയതുമില്ല. 25-ന് ഭാര്യ ലിസിയുടെയും മറ്റു 2 മക്കളുടെയും ബോഡിയും അതേ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുകയുണ്ടായി. സെപ്റ്റിക് ടാങ്കിൽ നിന്നും പുരയിടത്തിൽ നിന്നും. അപ്പോഴും പിതാവായ റജികുമാർ അവിടേക്ക് വന്നില്ല. അത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിനും റജികുമാർ മറുപടിയുണ്ട്. പക്ഷെ ആ മറുപടിയും പോലീസിന് കൺവിൻസിംഗ് ആയി തോന്നിയില്ല. പക്ഷേ ഇപ്പോഴും റജികുമാർ ഉറപ്പിച്ചു പറയുന്നത് ആ 5 മരണങ്ങളുമായി അയാൾക്ക് ഒരു ബന്ധവുമില്ലെന്നാണ്. അയാൾ വേറെ ചില ആവശ്യങ്ങൾക്കായി നാട്ടിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരുന്നത് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളൊന്നും വ്യക്തമായി അയാൾ ഓർക്കുന്നില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പോലീസിനോട് അയാൾ അങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസിന് ഒരു തെളിവ് കൂടി കിട്ടുന്നത്. അത് റജികുമാറിന്റെ സ്പേം ടെസ്റ്റ് ചെയ്തതിന്റെ തെളിവാണ്. റജികുമാറിന്റെ സ്പേമും റജികുമാറിന്റെ മൂത്ത മകള് റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ അവളുടെ ബോഡിയിൽ നിന്ന് ലഭിച്ച സ്പേമും ഒത്തുനോക്കിയ വിദഗ്ധർ ആ കാര്യം സർട്ടിഫൈ ചെയ്തിരിക്കുകയാണ്. രണ്ടും ഒന്നാണ്. കൊല്ലപ്പെട്ട മൂത്ത മകളെ റേപ്പ് ചെയ്തത് റജികുമാർ ആണെന്നുള്ള നിർണായകമായ ഇൻഫർമേഷൻ പോലീസിന് കിട്ടിയതും പോലീസിന്റെ ചോദ്യം ചെയ്യൽ ആകെ അങ്ങ് മാറി. 5 പേരെ കൊന്നിരിക്കുന്നത് റജികുമാറാണ്. അക്കാര്യത്തിൽ ഇപ്പൊ പോലീസ് സംശയമില്ല. റജികുമാറിനോടായി ഡിവൈഎസ്പി രാമേന്ദ്രൻ പറഞ്ഞു, നീ നിന്റെ ഭാര്യയും 4 പിള്ളേരെയും കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അങ്ങനെ ചെയ്ത നീ നിന്റെ മൂത്ത മകളെ റേപ്പ് ചെയ്യുകയും ചെയ്തു. അതും കൃത്യമായി പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നീ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് മാത്രം ഇനി പറഞ്ഞാൽ മതി. താൻ കൊടുക്കപ്പെട്ടു എന്ന് തോന്നിയതും റജികുമാർ സാവധാനം നടന്ന സംഭവങ്ങൾ ഒന്നൊന്നായി പോലീസിനോട് പറഞ്ഞു തുടങ്ങി. റജികുമാർ 2007 വരെ ഒരു വക്കീലിനൊപ്പം ബെഞ്ച് ക്ലർക്കായി വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടെ വർക്ക് ചെയ്തിരുന്ന ഉഷ എന്ന ഒരു സ്ത്രീയുമായി അയാൾക്കൊരു അടുപ്പം ഉണ്ടായി. ആ അടുപ്പം ലിസി അറിഞ്ഞു. സ്വാഭാവികമായിട്ടും ലിസിയും റജികുമാറും തമ്മിൽ ആ അടുപ്പത്തിന്റെ പേരിൽ പലപ്പോഴും വഴക്കുണ്ടാകുന്നത് ഒരു സ്ഥിര സംഭവമായി. ഉഷയെ കാണാനും ഉഷയുമായി ബന്ധപ്പെടാനുമായിട്ടാണ് ആ വക്കീലിന്റെ കീഴിൽ ബെഞ്ച് ക്ലർക്കായി റജികുമാർ ജോലി ചെയ്യുന്നത് എന്ന ശൈലിയിൽ ലിസി ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയതും ആ ജോലി വിടാൻ റജികുമാർ നിർബന്ധിതനായി. അങ്ങനെ ജോലി വിട്ട ആ സമയത്താണ് അയാൾ പത്രത്തിലെ ഒരു പരസ്യം കണ്ടത്. ആമയൂർ മേഖലയിൽ ഒരു റബ്ബർ എസ്റ്റേറ്റിൽ റബ്ബർ വെട്ടാനായി ഒരാളുടെ ആവശ്യമുണ്ടെന്നുള്ള പരസ്യം കണ്ട റജികുമാർ ഭാര്യയും 2 കുട്ടികളുമായി നേരെ ആമയൂരിലെത്തി. അതിനിടയിൽ 12 വയസ്സുള്ള മൂത്ത പെൺകുട്ടിയും 9 വയസ്സുള്ള മൂന്നാമത്തെ കുട്ടിയും കോട്ടയത്ത് തന്നെയുള്ള ഒരു മഠത്തിൽ താൽക്കാലികമായി നിർത്തുകയും ചെയ്തു. ആ കുട്ടികൾ കോട്ടയത്ത് രാമപുരത്ത് ഒരു UP സ്കൂളിലാണ് പഠിക്കുന്നത്. ആ സ്കൂളിന് സമീപത്തുള്ള ഒരു സ്നേഹഭവനിലാണ് ആ കുട്ടികളെ റജികുമാറും ഭാര്യയും കൂടി ആക്കിയത്. അവരുടെ ആ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ആ കുട്ടികളെ അവിടെ ആക്കിയിട്ട് ആൺകുട്ടിയും ഇളയ പെൺകുട്ടിയുമായി ലിസിയും റജികുമാറും ആ പരസ്യത്തിൽ പറയുന്ന സ്ഥലത്തേക്ക് തിരിച്ചത്. കോട്ടയത്ത് നിന്ന് പാലക്കാട് പട്ടാമ്പിയിലുള്ള ആമയൂരിലെത്തിയ അവർ അവിടെ അവർക്ക് വേണ്ടി ലഭിച്ച ആ വാടക വീട്ടിൽ താമസമാക്കുകയും ചെയ്തു. ഉടമ ഓഫർ ചെയ്തത് 7000 രൂപയാണ്. എന്തായാലും ആ ശമ്പളത്തിൽ പിടിച്ചു നിൽക്കാൻ റജികുമാർ നിർബന്ധിതനായിരുന്നു. റജികുമാറും ലിസിയും 2 പിള്ളേരും അവിടെ താമസമാക്കി. മറ്റു 2 പിള്ളേരും കോട്ടയത്തുമായിരുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഏകദേശം ഒരു കൊല്ലക്കാലം ആ കുടുംബം അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 ജൂലൈ 8-ന് വൈകുന്നേരം ഏകദേശം ഒരു 8 മണിയോടടുപ്പിച്ച് റജികുമാറിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. കോള് വിളിച്ചത് റജികുമാറിന്റെ ആ പഴയ കൂട്ടുകാരി ഉഷയാണ്. ആ കോളിനെ ചൊല്ലി റജികുമാറും ലിസിയും തമ്മിൽ വഴക്കായി. ദേഷ്യം വന്ന റജികുമാർ ലിസിയുടെ കഴുത്തിൽ കയറി പിടിച്ചു. ആ പിടി വിടുവിക്കാനായി ലിസി ശ്രമിക്കുമ്പോഴാണ് അവിടെയുള്ള പല സാധനങ്ങളും തട്ടി മറിയുന്നത്. എന്തായാലും ആ പിടുത്തം റജികുമാർ മുറുക്കിയത് ലിസി റജികുമാറിന്റെ കൈക്കകത്ത് ഒന്ന് പിടഞ്ഞു. ആ പിടച്ചിൽ അവസാനങ്ങൾ നിന്നു. ശരിക്കും ആ സമയത്തുണ്ടായ ആ വഴക്കിൽ ലിസിയുടെ കഴുത്തിലേക്ക് ഒന്ന് ബലമായി പിടിച്ചതിന്റെ ഫലമായിട്ടാണ് ലിസി മരിച്ചത്. ലിസിയുടെ മരണം സംഭവിക്കുന്ന ആ സമയത്ത് സമീപത്തുള്ള റൂമിൽ അയാളുടെ 10 വയസ്സുള്ള മകനും 3 വയസ്സുള്ള മകളും സുഖമായി ഉറങ്ങുകയാണ്. അവര് ഈ ശബ്ദം കേട്ടില്ല. റജി താഴെ വീണ് കിടക്കുന്ന ലിസിയെ കോരിയെടുത്ത് ആ വീട്ടിലെ ഒരു മുറി കൊണ്ടുവന്ന് കിടത്തി. ആ മുറി അയാൾ പുറത്തുനിന്ന് പൂട്ടി താക്കോല് കയ്യിലെടുത്ത റജി അത് ഭദ്രമായി സൂക്ഷിച്ചു. ആ രാത്രിയിൽ കൊല്ലപ്പെട്ട ലിസി
അവിടെ മുറി കിടക്കുന്ന സമയത്ത് റജികുമാർ ആ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. നേരം വെളുത്തപ്പോൾ മക്കള് അമ്മയെ തിരക്കി. അവരുടെ അമ്മ ലിസി മറ്റു 2 പെൺകുട്ടികളെ കാണാൻ വേണ്ടി കോട്ടയത്തേക്ക് പോയ കാര്യം റജികുമാർ അമലിനോടും അവന്റെ അനുജത്തിയോടും പറഞ്ഞു. അവര് ആ വിവരം വിശ്വസിക്കുകയും ചെയ്തു. ആ കുട്ടികൾ പുറത്തേക്ക് കളിക്കുന്ന സമയത്താണ് പിറ്റേ ദിവസം സിദ്ദിഖിന്റെ ഭാര്യ ആ കുട്ടികളെ കാണുന്നതും ലിസിയെ കുറിച്ച് ചോദിക്കുന്നതും. ആ കുട്ടികൾ അവരുടെ അച്ഛൻ പറഞ്ഞ കാര്യം സിദ്ദിഖിന്റെ ഭാര്യയോട് പറയുകയും ചെയ്തു. ആ കുട്ടികൾ പുറത്ത് കളിക്കുമ്പോഴൊക്കെയും അകത്ത് അവിടെ ആ മുറിയിൽ ലിസിയുടെ ഡെഡ് ബോഡി ഉണ്ട്. ഡെഡ് ബോഡി അവിടെ അങ്ങനെ കിടന്നാൽ അപകടമാണെന്നുള്ള കാര്യം റജികുമാറിന് അറിയാം. 8-ാം തീയതി രാത്രി കൊല്ലപ്പെട്ട ലിസിയുടെ ബോഡി 9-ാം തീയതി പകലും 9-ാം തീയതി രാത്രിയും ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത മുറിയിൽ അമ്മയുടെ ഡെഡ് ബോഡി കിടക്കുന്ന കാര്യം അറിയാതെ അമലും അവന്റെ അനുജത്തിയും അടുത്ത മുറിയിൽ ആ രാത്രിയും ഉറങ്ങി. അവർ നല്ല ഉറക്കത്തിലായതും റജികുമാർ ലിസിയുടെ ബോഡി ആ മുറിയിൽ നിന്ന് പുറത്തെടുത്ത് പുറകിലത്തെ വാതിൽ വഴി ആ സെപ്റ്റിക് ടാങ്കിന്റെ അടുത്തെത്തിയിട്ട് അടപ്പ് മാറ്റി ലിസിയെ ആ ടാങ്കിനകത്തേക്ക് തള്ളി. അത് നന്നായി അടച്ചു. സാധാരണഗതിയിൽ ആ ടാങ്കിന്റെ ഭാഗത്തേക്ക് ആരും അങ്ങനെ വരുന്നതല്ല. കുട്ടികളും കളിക്കാൻ പോലും ആ ഭാഗത്തേക്ക് അങ്ങനെ വരാറില്ല. അത് റജികുമാറിന് അറിയാം. റജികുമാർ ആ ബോഡി മറവിച്ചതിന് ശേഷം 11-ാം തീയതി രാവിലെ ആ 2 കുട്ടികളുമായി അവിടെ നിന്ന് കോട്ടയത്തേക്ക് തിരിച്ചു. ആ കുട്ടികളുമായി കോട്ടയത്തെത്തിയ റജികുമാർ ആ കുട്ടികളെ കൊണ്ടുപോയി അവരുടെ ചേച്ചിമാരെ കാണിക്കുകയും ചെയ്തു. സ്നേഹഭവനില് അവരുടെ ചേച്ചിമാരെ കണ്ടപ്പോൾ ആ ഇളയ കുട്ടിക്ക് ഭയങ്കര സന്തോഷം. അമലിന്റെ അനുജത്തിയും ചേച്ചിയുമാണ് അവിടെ നിൽക്കുന്നത്. അമല് ഏക ആൺതിരിയാണ്. ആ 4 സംഘത്തിന് ശരിക്കും വല്ലാത്ത സന്തോഷം. അവര് ആ സമയത്ത് അവരുടെ അച്ഛൻ റജികുമാറിനോട് അവരുടെ അമ്മ ലിസിയെ കുറിച്ച് ചോദിച്ചു. ലിസി അവരുടെ അമ്മാവന്റെ വീട്ടിൽ പോയിരിക്കുകയാണെന്നുള്ള കാര്യം അപ്പോഴാണ് റജികുമാർ അവരോടൊക്കെ പറഞ്ഞത്. അവിടേക്ക് കൊണ്ടുപോയി അമ്മയെ കാണിക്കുമെന്ന് അമലും അവന്റെ അനുജത്തെയും ചോദിച്ചപ്പോൾ നോക്കാമെന്ന് റജികുമാർ മറുപടി പറയുകയും ചെയ്തു. എന്തായാലും 12-ാം തീയതി രാത്രിയോടുകൂടി അമ്മയെ കാണിക്കാതെ തന്നെ അമലും അവന്റെ അനിയത്തിയുമായി റജികുമാർ തിരിച്ച് വീട്ടിൽ മടങ്ങിയെത്തി. ജൂലൈ 12-ന് രാത്രി ഏകദേശം ഒരു 8 മണി കഴിഞ്ഞപ്പോഴാണ് റജികുമാർ അമലും അനുജത്തിയുമായി ആമയൂരിലുള്ള അവരുടെ വീട്ടിൽ മടങ്ങിയെത്തുന്നത്. രാത്രി ആയതുകൊണ്ടും കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും റജികുമാർ സിദ്ദിഖിന്റെ വീട്ടിൽ പോയി കുറച്ച് കറി വാങ്ങിച്ചു വരാം എന്ന് പറഞ്ഞ് പിള്ളേരോട് യാത്ര പറഞ്ഞിട്ട് അവിടെ പോയി കറി വാങ്ങിച്ച് വരികയും ചെയ്തു. കുമിള് കൊണ്ടുള്ള ഒരു കറിയാണ് കിട്ടിയത്. ആ കുമിളക്കറി കുട്ടികൾ കഴിച്ചു എന്നുള്ള കാര്യം അവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്തിട്ടുമുണ്ട്. കുമിള കറിയൊക്കെ കഴിച്ച് പിള്ളേർ ഉറക്കമായതും അവർ 2 പേരെയും റജികുമാർ അങ്ങ് കൊന്നു. ആ കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ അവർ കഴിച്ച ഭക്ഷണം ദഹിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവരെ കൊലപ്പെടുത്തിയ റജികുമാർ ആ ബോഡികൾ 2 പ്ലാസ്റ്റിക് ചാക്കിലേക്ക് മാറ്റി കെട്ടിവെച്ചു. അതിനെ ഒരു മുറിയിലിട്ട് പൂട്ടുകയും ചെയ്തു. 13-ന് നേരം പുലർന്നപ്പോ സ്വാഭാവികമായിട്ടും റബ്ബർ വെട്ടിന്റെ ആക്ടിവിറ്റീസിലേക്ക് റജികുമാർ കടക്കുകയും ചെയ്തു. റബ്ബർ വെട്ടി പാലക്കെടുത്ത് സിദ്ദിഖിന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്ന റജികുമാർ ആ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനിടയിലാണ് സിദ്ദിഖിന്റെ ഭാര്യ റജികുമാറിനോട് ലിസിയെ കുറിച്ചും മക്കളെ കുറിച്ചൊക്കെ തിരക്കുന്നത്. ലിസിയും മക്കളും അവരുടെ അമ്മാവനൊപ്പം 17-ാം തീയതി മടങ്ങി വരുമെന്ന കാര്യം ആ സമയത്താണ് റജികുമാർ സിദ്ദിഖിന്റെ ഭാര്യയോട് പറഞ്ഞത്. 13-നും 14-നും 15-നും 16-നും വളരെ സാധാരണഗതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ റബ്ബർ വെട്ട് പ്രക്രിയയുമായി സജീവമായി റജികുമാർ അവിടെ ഉണ്ടായിരുന്നു. 18-ാം തീയതി രാവിലെ ഏകദേശം ഒരു 10 മണിയോടുകൂടി സാധാരണഗതിയിൽ റജികുമാർ പാലുകൊണ്ട് വെക്കുന്നതാണ്. അന്ന് പാലുകൊണ്ട് വെച്ചതും സിദ്ദിഖിന്റെ ഭാര്യ റജികുമാറിനോട് ചോദിച്ചു, ഇടാ നിന്റെ ഭാര്യ ലിസിയും പിള്ളേരൊക്കെ വന്നാ? ഇല്ല, വന്നില്ല, അവര് 2 ദിവസം കൂടെ കഴിയുമെന്നാ പറഞ്ഞത്. അങ്ങനെ മറുപടി പറഞ്ഞതുകൊണ്ട് അവര് അതിനെക്കുറിച്ച് പിന്നീട് കൂടുതൽ തിരക്കിയതുമില്ല. ജൂലൈ 19 വരെ ആ വീട്ടിലുണ്ടായിരുന്ന റജികുമാർ അന്നത്തെ ദിവസത്തെ റബ്ബർ വെട്ട് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് കോട്ടയത്തേക്ക് തിരിച്ചു. ഭാര്യയും മക്കളെയും വിളിച്ചുകൊണ്ടുവരാനായി റജികുമാർ കോട്ടയത്ത് പോയതാണെന്ന് അന്ന് വൈകുന്നേരം അവിടെ കൂടെയൊക്കെ നടക്കുമ്പോൾ വീട് പൂട്ടിക്കിടക്കുന്ന കണ്ട സിദ്ദിഖിന്റെ ഭാര്യയ്ക്ക് തോന്നുകയും ചെയ്തു. കോട്ടയത്തെത്തിയ റജികുമാർ 22-ാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം ഒരു 3 മണിയായപ്പോൾ രാമപുരത്തെ ആ സ്കൂളിലെത്തി. അവിടുത്തെ ഹെഡ് മിസ്ട്രസിനെ കണ്ട് റജികുമാർ സങ്കടകരമായ ഒരു കാര്യം ആ ഹെഡ് മിസ്ട്രസിനോട് പറഞ്ഞു. അയാളുടെ അമ്മ മരിച്ചു പോയിരിക്കുകയാണ്. അമ്മയുടെ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി മക്കളെ കൂടെ വിടണമെന്നാണ് ഹെഡ് മിസ്ട്രസിനോട് റജികുമാർ ആവശ്യപ്പെട്ടത്. അത് കേട്ടതും ഹെഡ് മിസ്ട്രസ് റജികുമാറോട് പറഞ്ഞു, ഓക്കെ, ഞാൻ ആ പിള്ളേരെ കൂടെ വിടാം, നിങ്ങളൊരു കാര്യം ചെയ്യും, സ്നേഹഭവനിൽ കൂടി ഈ കാര്യം ഒന്ന് അറിയിച്ചേക്കണം. അങ്ങനെ ചെയ്യാമെന്ന് റജികുമാർ പറഞ്ഞതും ആ കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചു. ആ കുട്ടികളുമായി റജികുമാർ നേരെ സ്നേഹഭവനിലെത്തി. അവിടെ നിന്ന് ഡ്രസ്സ് കളക്ട് ചെയ്യുമ്പോൾ ശരിക്കും റജികുമാറിന്റെ അമ്മ മരിച്ചുപോയതിന്റെ ഫലമായിട്ട് ആ ചടങ്ങിൽ പങ്കെടുക്കാനായി അവരെ കൊണ്ടുപോവുകയാണെന്നുള്ള കാര്യം സ്കൂളുകാർ അവരോട് പറയാതിരുന്നതുകൊണ്ട് ആ കുട്ടികൾക്ക് ഒന്നും തോന്നിയതുമില്ല. ആ കുട്ടികളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് ധരിച്ച കുട്ടികൾ സന്തോഷത്തോടെ റജികുമാറിനൊപ്പം അവിടെ നിന്ന്
ആമയൂരിലേക്ക് തിരിച്ചു. ആമയൂരിലേക്ക് ആ 2 പെൺകുട്ടികളും ആദ്യമായാണ് വരുന്നത്. ആ പെൺകുട്ടികളുമായി രജികുമാർ രാത്രി ഏകദേശം ഒരു 8-9 മണി സമയമായപ്പോൾ ആമയൂരിലെത്തി. ആമയൂരിൽ ഓട്ടോയിൽ കുട്ടികളുമായി രജികുമാർ വന്നിറങ്ങുന്നതാണ് ഒരു സ്ത്രീ കണ്ടതും പോലീസിന് പിന്നീട് റിപ്പോർട്ടായി നൽകിയത്. രജികുമാർ ആ പെൺകുട്ടികളുമായി വീട്ടിലെത്തിയപ്പോൾ അവിടെ ആ പെൺകുട്ടികളുടെ അമ്മയും സഹോദരനും അതുപോലെ അനുജത്തിയൊന്നുമില്ല. അതിനെക്കുറിച്ച് ആ പിള്ള രജികുമാറിനോട് ചോദിച്ചു. അവരൊക്കെ പുറത്തു പോയിരിക്കുകയാണ്, ഉടൻ മടങ്ങി വരുമെന്ന് രജികുമാർ മക്കളോട് പറയുകയും ചെയ്തു. അമ്മയും സഹോദരനും അനുജത്തിയൊക്കെ ലേശ രാത്രിയാകുമ്പോഴേ എത്തുള്ളെന്ന് ആ പെൺകുട്ടികളോട് രജികുമാർ പറഞ്ഞതും യാത്രാക്ഷീണമുള്ള പെൺകുട്ടികൾ വേഗം ഉറക്കമായി. ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആ പെൺകുട്ടികളെ ഏകദേശം 4 മണിയോടുകൂടിയാണ് അയാൾ കൊലപ്പെടുത്തുന്നത്. ആ കുട്ടികളെ കൊന്നത് ആ ബെഡിയിട്ട് തന്നെയാണ്. ആ 2 പെൺകുട്ടികളെ കൊലപ്പെടുത്തിയ രജികുമാറിന്റെ മുന്നിൽ ഇപ്പോൾ 4 ബോഡികളുണ്ട്. ആദ്യം കൊലപ്പെടുത്തിയ 2 മക്കളുടെ ബോഡിയും അവസാനം കൊലപ്പെടുത്തിയ 2 മക്കളുടെ ബോഡിയും. ആദ്യത്തെ 2 പേരെയും എവിടെയെങ്കിലും കൊണ്ട് കളയാമെന്ന് അയാൾ അപ്പോഴാണ് തീരുമാനിക്കുന്നത്. നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ ആ 2 ചാക്കുമായി അയാൾ വീടിന് പുറത്തിറങ്ങാൻ തീരുമാനിച്ചു. ഇപ്രാവശ്യം മുൻവശത്തെ വാതിൽ അടച്ചു കൂറ്റിയിട്ടിട്ട് പുറകിലത്തെ വാതിൽ തുറന്നാണ് അയാൾ പുറത്തിറങ്ങിയത്. ആ 2 ചാക്കുകെട്ടും പുറത്തു വെച്ച രജികുമാർ പുറകിലത്തെ വാതിൽ പൂട്ടി ആ ചാക്കുകളുമായി പുരയിടത്തിന്റെ പുറകുവശത്തേക്ക് നടന്നു. റബ്ബർ വെട്ടാൻ സ്ഥിരമായി ആ പുരയിടത്തിൽ വരുന്ന രജികുമാറിന് ആ റബ്ബർ പുരയിടത്തിന്റെ എൻഡിൽ കാട് പടർന്നു കിടക്കുന്ന ഒരു സ്ഥലം അറിയാം. അവിടെ സാധാരണഗതിയിൽ ആരും പോകാത്ത സ്ഥലമാണ്. ആ ഭാഗത്തേക്ക് ആ പ്ലാസ്റ്റിക് കവറുകൾ വലിച്ചെറിഞ്ഞ രജികുമാർ അവിടുന്ന് വീട്ടിലേക്ക് മടങ്ങാതെ രജികുമാർ ആമയൂർ ടൗണിലെത്തി. അയാളുടെ മനസ്സിൽ തലേദിവസം 2 പെൺമക്കളെ കൊന്ന ആ രംഗം അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾ ടൗണിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത്. അയാള് ടൗണിൽ ഒന്ന് കറങ്ങുന്ന ആ സമയത്താണ് ശരിക്കും സിദ്ദിഖിന്റെ ഭാര്യയുടെ ശ്രദ്ധയിൽ വീടിന്റെ മുൻവശത്തെ പൂട്ട് ഇല്ല എന്നുള്ള കാര്യം പെടുന്നത്. അതാണ് അവസാനം ആ വീട് തുറക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ടൗണിലായിരുന്ന രജികുമാർ അയാളുടെ വീടിനകത്തുനിന്ന് മക്കളുടെ ബോഡി കണ്ടെടുത്ത വിവരമറിഞ്ഞതും അയാൾ പാലക്കാട് നിന്ന് നേരെ കോട്ടയത്തേക്ക് തിരിക്കുകയായിരുന്നു. കോട്ടയത്തെത്തി അയാൾ കൂട്ടുകാരി ഉഷയ്ക്കൊപ്പമായി താമസം. രജികുമാർ കുറ്റസമ്മതം വ്യക്തമായി നടത്തിയിരിക്കുകയാണ്. പക്ഷെ രജികുമാർ നടത്തിയ കുറ്റസമ്മതത്തിൽ രജികുമാർ പറയാത്തൊരു കാര്യമുണ്ട്. 12 വയസ്സുള്ള ആ പെൺകുട്ടിയെ അയാൾ റേപ്പ് ചെയ്ത കാര്യമാണ് അയാൾ പറയാത്തത്. പോലീസ് ആ കാര്യം അയാളോട് സൂചിപ്പിച്ചതും അയാൾ അത് ശക്തിയുക്തം നിഷേധിച്ചു. അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ലെന്നാണ് രജികുമാറിന്റെ ഭാഷ്യം. അയാളുടെ മകളെ അയാൾ ആ ശൈലിയിൽ പീഡിപ്പിച്ചിട്ടില്ല എന്ന് തന്നെ അയാൾ പോലീസിനോട് പറയുകയും ചെയ്തു. പോലീസ് ഉഷയെ ഇതിനിടയിൽ കസ്റ്റഡിയിലെടുത്തു. ഉഷയെ ചോദ്യം ചെയ്യപ്പോഴാണ് ഈ ദിവസങ്ങളിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവർ 2 പേരും ജീവിക്കായിരുന്നുള്ള കാര്യം ഉഷ പോലീസിനോട് പറയുന്നത്. ശരിക്കും പോലീസിന് അതൊരു ഞെട്ടലുണ്ടാക്കി. സ്വന്തം ഭാര്യയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ച ആ വിദഗ്ധൻ മക്കളെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ മറ്റൊരു സ്ത്രീയോടൊപ്പം ഭാര്യ ഭർത്താക്കന്മാരായി താമസിക്കായിരുന്നുള്ള വിവരം പോലീസിന് തെല്ലുന്നില്ല അമ്പരപ്പിച്ചത്. അതങ്ങനെ തന്നെ അയാൾക്കെതിരെയുള്ള കുറ്റപത്രത്തിൽ പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് ഇതെല്ലാം കൂടി കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ട് വിചാരണ നടക്കുന്ന ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. പത്രങ്ങളും ചാനലുകളും ഒക്കെ ഈ വിവരങ്ങൾ അപ്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് സെഷൻസ് കോർട്ട് രജികുമാറിന്റെ വാദങ്ങളും അയാളുടെ ഡിഫൻസ് വക്കീലിന്റെ വാദങ്ങളും ഒക്കെ ശ്രദ്ധിച്ചു. അതേസമയത്ത് പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങൾ ശ്രദ്ധിച്ചു. എല്ലാം കേട്ടതിനു ശേഷം സെഷൻസ് ജഡ്ജ് വളരെ വ്യക്തമായ ഒരു വിധിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയത്. കോടതി അയാൾക്ക് വധശിക്ഷ വിധിച്ചുകൊണ്ട് അതിന് ന്യായങ്ങളും നിരത്തിയിട്ടുണ്ട്. സ്വന്തം മകളെ റേപ്പ് ചെയ്തില്ല എന്നാണ് രജികുമാർ പറയുന്നതെങ്കിലും അയാളുടെ സ്പേമും ആ പെൺകുട്ടിയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ ആ സ്പേമും ഒന്നാണെന്ന് അസന്നിഗ്ധമായി കോടതിയിൽ പ്രൂവ് ചെയ്യപ്പെട്ടിരുന്നു. ഇയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കൊല നടന്ന ആ സമയത്ത് ആമയൂരിലായിരുന്നു. അതും തെളിയിക്കപ്പെട്ട കേസാണ്. ആമയൂരിൽ കൊല്ലപ്പെട്ട ആ കുട്ടികളുടെ വയറ്റിനകത്ത് ഉണ്ടായിരുന്ന കൂണ് ശരിക്കും സിദ്ദിഖിന്റെ ഭാര്യ കൊടുത്ത അതേ കൂണ് തന്നെയാണ്. അതും തെളിയിക്കപ്പെട്ട കേസാണ്. അതോടൊപ്പം അയാളുടെ കാമുകി ഉഷ അടക്കമുള്ള എല്ലാ ആളുകളുടെയും സാക്ഷിമൊഴി അയാൾക്ക് എതിരായിരുന്നു. 2009 സെപ്റ്റംബർ 14 ഇയാൾക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും സംശയങ്ങൾക്ക് ഇടം നൽകാത്ത വിധത്തിൽ തെളിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞ കോടതി അങ്ങനെയാണ് അയാൾക്ക് വധശിക്ഷ വിധിച്ചത്. നിഷ്ഠൂരമായ 5 കൊലപാതകങ്ങൾ നടത്തിയതിന് സെപ്റ്റംബർ 15 സെഷൻസ് ജഡ്ജ് അയാൾക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ ബലാത്സംഗം നടത്തിയതിന് 10 കൊല്ലത്തെ തടവും തെളിവ് നശിപ്പിച്ചതിന് 7 കൊല്ലത്തെ തടവും കൂടി വിധിക്കുകയുണ്ടായി. സ്വാഭാവികമായിട്ടും രജികുമാർ അപ്പീൽ പോയി. 2014 ഹൈക്കോടതി ആ അപ്പീൽ തള്ളി വധശിക്ഷ ശരിവെച്ചു. രജികുമാർ സുപ്രീം കോടതിയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. രജികുമാറിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഈ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത് ഗവൺമെന്റിന് തന്നെ ഒരു പ്രത്യേക സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. നമുക്ക്
റെപ്രസെന്റ് ചെയ്യാൻ വക്കീലില്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ നമുക്ക് വക്കീലിന് നൽകുന്ന ആ പദവുണ്ടല്ലോ, അതാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടത്. 2023 ജനുവരി 13 അന്നത്തെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് രജികുമാറിന്റെ വധശിക്ഷ സ്റ്റേ ചെയ്തു. സുപ്രീം കോടതിയിലെ അപ്പീൽ വാദം കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ വധശിക്ഷ നടപ്പാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് ആ വിധി അവിടെ സ്റ്റേ ചെയ്തത്. വാദം കംപ്ലീറ്റ് ആയി, സുപ്രീം കോടതിയുടെ വിധിയും വന്നു. ആ വിധി രജികുമാറിന് അനുകൂലമായ ഒന്നാണ്. അയാളുടെ വധശിക്ഷ സുപ്രീം കോടതി ജീവപര്യന്തമാക്കി. അങ്ങനെ വിധിക്കാനുള്ള കാരണം 2008 പോലീസ് കസ്റ്റഡിയിലായ രജികുമാറിന്റെ ജയിലിലെ സ്വഭാവമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിലായ ആ കാലഘട്ടം മുതൽ ഈ 2025 വരെയുള്ള കാലഘട്ടത്തിൽ രജികുമാർ ജയിലിനകത്ത് വളരെ മാന്യമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. ഭാര്യയും 4 മക്കളെയും കൊന്ന ഒരാളുടെ ക്രിമിനൽ സ്വഭാവം ഒന്നും തന്നെ ജയിലിനകത്ത് അയാൾ കാണിച്ചിട്ടില്ല എന്ന് ജയിൽ അധികാരികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അയാളുടെ നല്ല സ്വഭാവത്തെ പരിഗണിച്ചുകൊണ്ടാണ് വധശിക്ഷയെ ജീവപര്യന്തമാക്കി സുപ്രീം കോടതി മാറ്റിയത്. പക്ഷെ അതിനോടൊപ്പം സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ഒരു വാചകം കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. രജികുമാർ മരണം വരെ ജയിലിലായിരിക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ വിധി. ഇവിടെ ഈ കഥയിൽ നമുക്ക് പ്രതിയിലേക്ക് എത്താൻ വളരെ എളുപ്പം പറ്റി. പക്ഷെ ചിലപ്പോഴൊക്കെ കൊലപാതകയെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമായിരിക്കത്തില്ല. വളരെ രസകരമായ ഒരു കഥയുണ്ട്. ആ കഥയിൽ കൊല ചെയ്യപ്പെട്ട ആൾ ആരാണെന്നോ ആരാണ് കൊല ചെയ്തതെന്നോ തെളിയിക്കാൻ ഒരു മാർഗവുമില്ലാതെ വിഷമിക്കുന്ന അന്വേഷണ സംഘത്തിന് ആകെ തെളിവായി കിട്ടിയത് ഒരു റോളക്സ് വാച്ചാണ്. റോളക്സ് വാച്ചിന് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിലൂടെ കൊല ചെയ്യപ്പെട്ട ആളെയും കൊല ചെയ്ത ആളെയും കണ്ടെത്തിയ അതിമനോഹരമായ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് രൂപത്തിൽ കൊടുക്കാം, നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.